എന്ത് പഠിക്കണമെന്ന ഉദ്യോഗാർത്ഥികളുടെ സംശയത്തിന് വിരാമം ഇട്ടുകൊണ്ട് LHDA സെക്രട്ടറിയുടെ ഡീറ്റെയിൽഡ് സിലബസ് കേരള PSC പുറത്തുവിട്ടിരിക്കുന്നു. എമിനന്റ് PSC മുൻ വീഡിയോയിൽ പറഞ്ഞതുപോലെ തന്നെ ഒരു പ്രിലിമിനറിയും മെയിൻസും ഉൾപ്പെടുന്ന സിലബസ് ആണ് കേരള PSC പുറത്തുവിട്ടിരിക്കുന്നത്. നമുക്ക് ആ സിലബസുകളിലൂടെ ഒന്ന് പോകാം. നമ്മൾ ആദ്യം പറഞ്ഞതുപോലെ തന്നെ ഒരു പ്രിലിമിനറി എന്ന് പറഞ്ഞു, മുൻകാലങ്ങളിൽ നടന്ന പ്രിലിമിനറി എക്സാമിന്റെ അതേ സിലബസ് തന്നെയാണ് നിലനിർത്തിയിരിക്കുന്നത് എന്ന് കാണാം. ഇനി മെയിൻസിലേക്ക് പോവുകയാണെങ്കിൽ KASന് ശേഷം ഒരു കോമൺ ഡിഗ്രി എക്സാമിൽ PSC 2 പേപ്പറുകൾ കൊണ്ടുവന്നിരിക്കുകയാണ്. ഇവിടെ ഈ 2 പേപ്പറുകളും ഒബ്ജക്റ്റീവ് ആകാനാണ് സാധ്യത. ഒരു റിട്ടേൺ ഉള്ള പോസിബിലിറ്റി വളരെ മിനിമൽ ആണ് എന്ന് തന്നെ പറയാം. അപ്പോൾ നമുക്ക് ആ സബ്ജക്റ്റുകളിലൂടെ ഒന്ന് കണ്ണോടിക്കാം. പേപ്പർ 1ൽ പറയുന്നത് നമ്മുടെ പ്രിലിമിനറിയിൽ ഉണ്ടായ സിലബസിന്റെ ഏകദേശം 75% മുകളിൽ നിലനിർത്തിയിരിക്കുകയാണ്. അതിൽ അധികമായി വന്നിരിക്കുന്നത് ജനറൽ സയൻസിലെ ടോപ്പിക്കുകളും ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷന്റെ കുറച്ച് ടോപ്പിക്കുകളുമാണ് വന്നിരിക്കുന്നത്. പക്ഷേ അത് ആഡ് ചെയ്തപ്പോൾ അവിടെ ഉണ്ടായിരുന്ന ആർട്സ്, സ്പോർട്സ്, ലിറ്ററേച്ചർ, കമ്പ്യൂട്ടർ, സയൻസ് ആൻഡ് ടെക്നോളജി പോലുള്ള ടോപ്പിക്കുകൾ ഒഴിവാക്കിയിരുന്നത് നമുക്ക് കാണാൻ കഴിയും. അതുപോലെ തന്നെ ആ പേപ്പറിൽ നിങ്ങൾ നോക്കിയാൽ കറണ്ട് അഫയേഴ്സിന്റെ ഇമ്പോർട്ടൻസ് എന്ന് പറയുന്നത് 15 മാർക്ക് എന്ന് വ്യക്തമായി പറഞ്ഞിട്ടുണ്ട്. മുൻകാലങ്ങളിൽ അല്ലെങ്കിൽ പ്രിലിമിനറി എക്സാമിൽ സബ്ജക്റ്റിനോട് ചേർന്ന് കിടക്കുന്ന കറണ്ട് അഫയേഴ്സ് ഇവിടെ ഒരു സെപ്പറേറ്റ് പേപ്പറായിട്ട് വന്നിരിക്കുന്നതായി കാണാം. അപ്പോൾ ഇങ്ങനെ പ്രിലിമിനറിയുമായി ഏകദേശം 75% സിമിലർ ആയിട്ടുള്ള ഒരു മെയിൻസിന്റെ പേപ്പർ 1ഉം പേപ്പർ 2 എന്ന് പറയുന്നത് എൻറ്റയർലി ഡിഫറൻ്റ് ആയിട്ടുള്ള അല്ലെങ്കിൽ പുതിയ ഒരു സിലബസ് ആണ് ഇൻട്രൊഡ്യൂസ് ചെയ്തിരിക്കുന്നത്. ഇതും മുൻ വീഡിയോയിൽ ഞങ്ങൾ എമിനന്റ് PSC പറഞ്ഞതുപോലെ തന്നെ ലോക്കൽ സെൽഫ് ഗവേണൻസുമായി ബന്ധപ്പെട്ട ടോപ്പിക്കുകൾ തന്നെയാണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത്. 100 മാർക്കിന് ലോക്കൽ സെൽഫ് ഗവേണൻസിന്റെ ടോപ്പിക്കുകളുണ്ട്. അത് ഏതെല്ലാമാണ് എന്ന് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ അതിൽ ആദ്യമായിട്ട് പറയുന്നത് ഇന്ത്യൻ പൊളിറ്റി എന്ന് പറയുന്ന ടോപ്പിക്കാണ്. ഇന്ത്യൻ പൊളിറ്റിയിൽ നിന്ന് കൃത്യമായ മാർക്ക് ഡിസ്ട്രിബ്യൂഷനും കേരള PSC പറയുന്നുണ്ട്. 15 മാർക്കാണ് ഇന്ത്യൻ പൊളിറ്റിയിൽ നിന്ന് വരുന്നത്. ഇന്ത്യൻ എക്കോണമിക്ക് 15 മാർക്ക്, റൂറൽ ഡെവലപ്മെന്റ് ഇൻ ഇന്ത്യ 15 മാർക്ക്, ഡെമോക്രാറ്റിക് ഡീസെൻട്രലൈസേഷൻ 15 മാർക്ക്, ഡീസെൻട്രലൈസ്ഡ് പ്ലാനിംഗ് 12 മാർക്ക്, കൺസെപ്റ്റ്സ് ഓഫ് ഗ്രാസ് റൂട്ട് ലെവൽ ഡെവലപ്മെന്റ് 12 മാർക്ക്, അർബൻ ഗവേണൻസ് 8 മാർക്ക്, ഇ ഗവേണൻസ് 8 മാർക്ക്. അപ്പോൾ ഇങ്ങനെ ഒരു 100 മാർക്കിന്റെ ഒരു എൻറ്റയർലി പുതിയതായിട്ടുള്ള ഒരു ടോപ്പിക് വന്നു എന്ന് കരുതുമ്പോൾ ആ സിലബസ് കണ്ട് നമ്മൾ ഭയപ്പെടുകയല്ല വേണ്ടത്. നമ്മൾ ആ സിലബസിനൊന്ന് ഡീറ്റെയിൽ ആയിട്ട് നോക്കുകയാണെങ്കിൽ അതിൽ പല ടോപ്പിക്കുകളും നമ്മൾ പ്രിലിമിനറിയിലും മെയിൻസിലും മറ്റു സബ്ജക്റ്റുകളിൽ പഠിക്കുന്നതായി നമുക്ക് കാണാം. ഫോർ എക്സാമ്പിൾ ഈ ഗവേണൻസ് എന്ന് പറയുന്ന പ്രിലിമിനറിയിൽ നിങ്ങളുടെ സിവിക്സിൽ തന്നെ കയറി വരുന്നുണ്ട്. അത് കുറച്ചുകൂടെ ഡീറ്റെയിൽ ആയിട്ട് ഇവിടെ പഠിച്ചാൽ മതി. ഇനി അതുപോലെ തന്നെ ഇന്ത്യൻ പൊളിറ്റിയിൽ നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ അതിനകത്ത് മേജർ ഈവൻറ്റ്സ് ആൻഡ് ലീഡേഴ്സ് ഓഫ് നാഷണൽ മൂവ്മെന്റ് ഇന്ത്യൻ ഹിസ്റ്ററിയിൽ നിങ്ങൾ പഠിക്കുന്ന ടോപ്പിക്കുകളാണ്. അതുപോലെ ഇന്ത്യൻ എക്കോണമിയിൽ ഇമ്പാക്ട് ഓഫ് കോളനൈസേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ഇന്ത്യൻ ഹിസ്റ്ററിയുമായി ബന്ധപ്പെട്ട് അല്ലെങ്കിൽ പ്രിലിമിനറിയിൽ നിങ്ങൾ എക്കണോമിക്സിൽ പഠിക്കുന്ന ടോപ്പിക്കുകളാണ് പ്ലാനിംഗ് കമ്മീഷനും 5 ഇയർ പ്ലാനുകളും എല്ലാം, സെക്ടറുകൾ. അപ്പോൾ ആ ടോപ്പിക്കുകളെല്ലാം ഇവിടെ റിപ്പീറ്റ് ചെയ്ത് വരുന്നതായിട്ട് കാണാം. അതായത് ഈ 100 മാർക്കിന്റെ മെയിൻസിലെ ഒരു പേപ്പർ എന്ന് പറയുന്നത് എൻറ്റയർലി ന്യൂ ആണ് എന്ന് പറയാൻ കഴിയില്ല. അതിൽ പല ടോപ്പിക്കുകളും നമ്മൾ മറ്റു സബ്ജക്റ്റുകളോടൊപ്പം ക്ലബ്ബ് ചെയ്ത് പഠിക്കുന്നതാണ്. ഇത് വ്യക്തമായി മനസ്സിലാക്കി കൃത്യമായി സിലബസ് അനലൈസ് ചെയ്താൽ പഠിച്ചാൽ മാത്രമാണ് ഈ എക്സാം നമുക്ക് ക്ലിയർ ചെയ്യാൻ കഴിയും. അതായത് ഈ സിലബസിലെ ഈ തന്നിരിക്കുന്ന ഡീറ്റെയിൽ ആയ സിലബസിൽ ഓരോ സബ് ടോപ്പിക്കുകളും എന്താണ്, അത് ഏതുമായി ലിങ്ക് ചെയ്തിരിക്കുന്നു എന്ന് വ്യക്തമായി പഠിച്ചാൽ ഈ വലിയ സിലബസ് വളരെ എളുപ്പം, വളരെ കുറഞ്ഞ സമയത്തിനുള്ളിൽ നമുക്ക് കവർ ചെയ്യാനായിട്ട് കഴിയും. ഇത് വളരെ ഈസിയാണ് എന്നല്ല പറഞ്ഞത്. കൃത്യമായ ഒരു പ്ലാനിങ്ങിലൂടെ കൃത്യമായ ലക്ഷ്യത്തിലൂടെ പഠിച്ചു കഴിഞ്ഞാൽ തന്നിരിക്കുന്ന ടൈമിനകത്ത് ഈ സിലബസ് നമുക്ക് കവർ ചെയ്യാനായിട്ട് കഴിയും. കേരള PSC പറഞ്ഞിരിക്കുന്നത് ഏപ്രിൽ മുതൽ ജൂൺ വരെയുള്ള കാലയളവിൽ പ്രിലിമിനറി എക്സാം നടത്തുമെന്നാണ്. അതായത് നോട്ടിഫിക്കേഷനും സിലബസും കഴിഞ്ഞ് ഏകദേശം 3 മുതൽ 4 മാസം മിനിമം നിങ്ങൾക്ക് പ്രിപ്പയർ ചെയ്യാനുള്ള സമയം കിട്ടും. അത് 6 മാസം വരെ നീണ്ടുപോകാം. ഈ സമയം കൃത്യമായി യൂട്ടിലൈസ് ചെയ്താൽ പ്രിലിമിനറി പാസ്സാകാനായിട്ട് കഴിയും. അതിനുശേഷം ഓഗസ്റ്റ് മുതൽ ഒക്ടോബർ വരെയുള്ള കാലയളവിൽ മെയിൻസ് നടത്തുമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. 2 മുതൽ 3 മാസം മിനിമം നിങ്ങൾക്ക് അവിടെ പ്രിപ്പയർ ചെയ്യാനുള്ള സമയമുണ്ടാകും. ഈ കാലയളവിൽ ആ സ്പെഷ്യൽ ടോപ്പിക്കുകൾ കൃത്യമായി പഠിക്കുക. ഞാൻ അവിടെയും പറഞ്ഞു, അതിലും കുറച്ച് ടോപ്പിക്കുകൾ നമ്മൾ എവിടെ കവർ ചെയ്യുന്നുണ്ട്, പ്രിലിമിനറിയിലും മെയിൻസിന്റെ മറ്റു പേപ്പറുകളിലുമായിട്ട് കവർ ചെയ്യുന്നുണ്ട്. അത് ഐഡന്റിഫൈ ചെയ്ത് കൃത്യമായി പ്ലാനിങ്ങിലൂടെ പഠിച്ചു കഴിഞ്ഞാൽ ഈ സിലബസ് നിങ്ങൾക്ക് ആ ടൈം ഫ്രെയിമിൽ ക്ലിയർ ചെയ്യാനും കൃത്യമായി പാസ്സാകാനും സാധിക്കുന്നതാണ്. പക്ഷേ അതിന് വ്യക്തമായ ഒരു പ്ലാനിങ് വേണം. ഈ സിലബസിനെ ഡീറ്റെയിൽ ആയിട്ട് മനസ്സിലാക്കണം. ഈ സിലബസ് ഡീറ്റെയിൽ ആയി മനസ്സിലാക്കാനും എവിടെ നിന്ന് പഠിക്കണം, എങ്ങനെ പഠിക്കണം എന്നുള്ള കാര്യങ്ങളുമായുള്ള ഓരോ ടോപ്പിക്കുകളുടെ വീഡിയോസും ഇതിന് പുറകെ എമിനന്റ് PSC നിങ്ങൾക്കായിട്ട് അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ ഇതുപോലെ നിങ്ങൾക്ക് എങ്ങനെ ഇത് പഠിക്കണം, എന്താണ് ഇതിൽ പഠിക്കേണ്ടതെന്ന് അറിയാനായിട്ട്, ഡീറ്റെയിൽ ആയിട്ടുള്ള മറ്റു കാര്യങ്ങൾ അറിയാനായി ഞങ്ങളുടെ
ഒഫീഷ്യൽ നമ്പർ, സ്ക്രീനിൽ കാണുന്ന നമ്പറുമായി കോൺടാക്ട് ചെയ്യാം. അല്ലെങ്കിൽ ഞങ്ങളുടെ ടെലിഗ്രാം ചാനൽ ഇതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ഡെയിലി അപ്ഡേറ്റ് ചെയ്യുന്നതായിരിക്കും. സോ എല്ലാവരും വ്യക്തമായ ഒരു സിലബസ് ഉള്ളതുകൊണ്ട് അത് കൃത്യമായി മുന്നിൽ വെച്ച് പഠിക്കുക. ഈ എക്സാം എല്ലാവർക്കും ക്ലിയർ ചെയ്യാൻ പറ്റട്ടെ എന്ന് ആശംസിക്കുന്നു. വിഷ് യു ഓൾ ദ ബെസ്റ്റ്. താങ്ക് യു.